TJ വ്ളോഗ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് എടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു പപ്പീസിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ ഇത് 3 ഫീമെയിൽ പപ്പിയാണ്. അപ്പോൾ ഈ പപ്പീസിൻ്റെ ഗ്രോത്ത്, എങ്ങനെയാണ് ഫുഡ് കൊടുക്കേണ്ടത്, അതിനെ പറ്റിയിട്ട് ഒരു പപ്പീനെ എങ്ങനെ സെലക്ട് ചെയ്യാം, അതിനെ പറ്റിയിട്ടാണ് മെയിനായിട്ട് വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. അപ്പോൾ കുറേ കസ്റ്റമർ ചാറ്റും പിന്നെ അതേപോലെ തന്നെ കമൻറ്റും പിന്നെ ഫോൺ വിളിച്ചുമായിട്ട് കുറേ സംശയങ്ങൾ ചോദിക്കുന്നുണ്ട് വീഡിയോസ് ഇടുമ്പോഴത്തേക്ക്. അപ്പോൾ വീഡിയോയ്ക്കകത്ത് മെയിനായിട്ട് ചോദിച്ചൊരു പപ്പീനെ സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എങ്ങനെയാണ്. ഇപ്പോൾ ലാബ് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ അങ്ങുമായിട്ട് ഏറ്റവും കൂടുതൽ ബ്രീഡാണ് ലാബ്. ഈ ലാബിൻ്റെ പപ്പീസിനെ എടുക്കുമ്പോൾ ലാബിൻ്റെ പപ്പീസിൽ ചിലത് കുരയ്ക്കുന്നില്ല, ചിലത് അനുസരണയില്ല, തിന്നുക ഉറങ്ങുക എന്നുള്ള സ്വഭാവത്തിൽ ഇങ്ങനെ കിടക്കുന്നു, അങ്ങനെയാണ് എല്ലാവരും പറയുന്നത്. പക്ഷേങ്കിൽ ഒരു ലാബിൻ്റെ പപ്പി സെലക്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണെന്നുള്ളതാണ് മെയിനായിട്ട് ഈ വീഡിയോ പറയുന്നത്. ഈ ലാബ് എന്ന് പറഞ്ഞാൽ 4 ടൈപ്പ് ഉണ്ടെന്നില്ലേ? അപ്പം എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ ചോദിച്ചായിരുന്നു ഇതിന്റെ ലാബിന്റെ ടൈപ്പ് ഏതാണ്, ഇത് ഏതാണ് ബ്രീഡ്, അത് അതിനെ കുറിച്ച് ഒന്ന് വിശദീകരിച്ച് പറയാൻ. അപ്പം എനിക്കിതിനെ കുറിച്ച് വലിയ അറിവില്ല. അപ്പം ഇതിനെ കുറിച്ച് വിശദീകരിക്കാവോ? ഏത് ടൈപ്പ് ഉണ്ട്, ഏതൊക്കെയാണ് അതിന്റെ ബ്രീഡ് വരുന്നത്? ഇപ്പൊ ലാബ് ഇപ്പൊ 4-5 ടൈപ്പ് ഉണ്ട്. ഓരോ രാജ്യത്തു നിന്ന് വന്ന ഓരോ ടൈപ്പ് ലാബാണ് വന്നത്. ഇപ്പൊ മെയിൻ ആയിട്ട് പറഞ്ഞാൽ അമേരിക്കൻ ലാബ്രഡോർ AKCC, അമേരിക്കൻ കെനൽ ക്ലബിന്റെ ഇതിൽ വരുന്ന ഒരു ലാബ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 38 കിലോ വെയിറ്റ്, 40 കിലോ വരെ അലൗഡാണ് ഷോയ്ക്ക്. പിന്നെ കൈ കാല് ഇത്ര ഹൈറ്റ് ഇത്ര നീളം, അങ്ങനെ ഒരു കണക്കൊക്കെ ഉണ്ട്. പിന്നെ മുഖം ലേശം നീണ്ടിട്ടാണ് അമേരിക്കൻ കെനൽ ക്ലബിന്റെ ലാബ് വരുന്നത്. പിന്നെ വലിയ തടിയൊന്നും വെക്കാത്ത വിധത്തിൽ നല്ല സ്ലിമ്മായിട്ട്, പക്ഷെ ഭയങ്കര എനർജറ്റിക് ആയിരിക്കും. പിന്നെ നല്ല അഗ്രസീവാണ്, പിന്നെ കുരയ്ക്കും, 5% കടിക്കുകയും ചെയ്യും. പോലീസിലെ മിലിറ്ററി സ്ക്വാഡ് ഇതെടുക്കുന്നതിൽ 80% ഈ ലാബ് അമേരിക്കൻ ലാബാണ് എടുക്കുന്നത്. അപ്പോൾ ഈ അമേരിക്കൻ ലാബ്രഡോർ എന്ന് പറയുമ്പോഴത്തേക്ക് മെയിനായിട്ടെന്ന് പറഞ്ഞാൽ നല്ല അഗ്രസീവാണ്, പക്ഷെ കാണാൻ വലിയ ലുക്ക് വരുന്നില്ല. അപ്പോൾ അതാണ് ഫസ്റ്റിൽ അമേരിക്കൻ ലാബ്രഡോറിനെ തള്ളിയിട്ട് പതുക്കെ യൂറോപ്യൻ കയറുന്നത്. യൂറോപ്യൻ എന്ന് പറയുമ്പോഴത്തേക്ക് കുറച്ച് കോമ്പാക്റ്റാണ്, പൊക്കം അത്ര വരുന്നില്ല. പിന്നെ പഞ്ച് ഫേസാണ്, ഹെഡ് പഞ്ച് ഫേസ്, കുറച്ച് റിങ്കിൾസ് ഒക്കെയുള്ള ഇതെല്ലാം ലൂസ് സ്കിന്ന് അങ്ങനെ വരുന്ന ഒരു ടൈപ്പാണ്. വാല് ഷോർട്ടായി, പിന്നെ നല്ല തടി വെക്കുന്നൊരു ബ്രീഡാണ്. അതും ഏകദേശം ഒരു 80%-90% നല്ല അഗ്രസീവും നല്ല കൊരിയും നല്ല അനുസരണയും ബുദ്ധിയുള്ള ടൈപ്പാണ്. ഇപ്പോൾ ഇത് അമേരിക്കനും യൂറോപ്പിനും പിന്നെ അതേപോലെ തന്നെ മിക്സുമാണ് കൂടുതലും. ഈ ഗാർഡ് ഡോഗ്, വാച്ച് ഡോഗ്, പിന്നെ പോലീസിലെ മിലിറ്ററി സ്ക്വാഡ് അങ്ങനെയുള്ള ആവശ്യത്തിന്, പിന്നെ ഷോർട്ട് ട്രെയിനിങ്, പിന്നെ അതേപോലെ തന്നെ ഷോർട്ട് ടൈപ്പ് ഷോർട്ട് ട്രെയിനിങ്, പിന്നെ അതേപോലെ തന്നെ നമ്മൾക്ക് ഈ ഒബീഡിയൻസ് ട്രെയിനിങ്ങിന് അങ്ങനെയുള്ള കാര്യത്തിനൊക്കെ എടുക്കുന്നത് ഈ അമേരിക്കനും യൂറോപ്പിനുമാണ്. പിന്നെ അതുകൂടാതെ തന്നെ ഈ പഞ്ചാബ് ലൈൻ ലാബ് വരുന്നുണ്ട്. ഈ പഞ്ചാബ് ലൈൻ ലാബ് എന്ന് പറഞ്ഞാൽ ആരും അംഗീകരിച്ചിട്ടില്ല. പക്ഷേങ്കിൽ ഇപ്പം നമ്മളിവിടെ ഒരു 10% ലാബ് നമുക്ക് അമേരിക്കനും യൂറോപ്പിനും കൂടെ 10% ഉണ്ടെങ്കിൽ 10%-അടുത്ത് തന്നെയായി ഈ പഞ്ചാബ് ടൈപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ പറയുക, നമ്മുടെ ഇംഗ്ലീഷ് മസ്തിഫിനെ ഫ്രഞ്ച് മസ്തിഫിൻ്റെയും ലാബ് ക്രോസ് ചെയ്ത് ഇറക്കിയ ബ്രീഡാണ്. പക്ഷെ നല്ല തൂക്കമുണ്ട്, ഒരു 55-60 കിലോ വരെ തൂക്കം വരുന്നുണ്ട്. പിന്നെ ഹെവി ആയിട്ട് വരുന്നുണ്ട്. ചിലത് കുരയ്ക്കും, ചിലത് കുരയ്ക്കില്ല. പക്ഷേ നമ്മുടെ ലാബിൻ്റെ ആയിട്ടുള്ള ഒറിജിനാലിറ്റി, ഒരു ബുദ്ധിയോ ഒരു കഴിവോ അങ്ങനത്തെ ഒന്നും ഈ സാധനത്തിന് വരുന്നില്ല. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം ലാബിൻ്റെ നമ്മളിപ്പോൾ ഒരു പ്രാവശ്യം 2 പ്രാവശ്യം പറഞ്ഞ് മനസ്സിലാവേണ്ട കാര്യങ്ങൾ ഒരു 10 പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മനസ്സിലാവുന്നില്ല. പിന്നെ ട്രെയിനിങ് ചെയ്യാനാണെങ്കിലും ഭയങ്കര വിഷമം, ഇതിനൊന്ന് അനുസരിപ്പിച്ചെടുക്കലും. പിന്നെയുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ആയുസ് കുറവാണ് പഞ്ചാബ് ലൈന്. എല്ലാവരും ഒരു 5 വയസ്സ് 6 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് സൈഡ് ആവുകയാണ്. പിന്നെ ഹിപ്പ് ജോയിൻ്റ് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ട് കൂടുതലായിട്ട്. പിന്നെ വരുന്ന ഒരു ഇതാണ് നമ്മുടെ പെറ്റ് ക്വാളിറ്റി ലാബ്, നമ്മൾ ചൈനീസ് ലാബ്രഡോർ എന്ന് പറയും. ഈ സാധനം കാണാനും വലിയ കുഴപ്പമില്ല. പഞ്ചാബ് ടൈപ്പാണ് ഏറ്റവും കാണാൻ സ്റ്റൈലുള്ള സാധനം, പഞ്ചാബ് ലാബ്രഡോറാണ്. അപ്പോൾ ഇതിനെ ഈ പെറ്റ് ക്വാളിറ്റി ലാബ് എന്ന് പറയുമ്പോഴത്തേക്ക് കുരയ്ക്കൂല. നമ്മൾ ചൈനീസ് ലാബ്രഡോർ എന്ന് പറയും, തിന്നുക ഉറങ്ങുക, ബ്രോയിലർ കോഴി പോലെ അവിടെ കിടക്കും. അതിന് ഒരു ദിവസം പട്ടിണി കിട്ടാലും അത് അനങ്ങാൻ നിൽക്കൂല. അപ്പോൾ അങ്ങനെ ഒരു ടൈപ്പാണ്. അപ്പോൾ ഈ ടൈപ്പിനെ നമ്മൾ ഒരു പെറ്റായിട്ട് വീട്ടിൽ ഫ്ലാറ്റിലും അങ്ങനെ താമസിപ്പിക്കുക എന്നല്ലാതെ നമ്മൾ അതിനെ ഒരു ഗാർഡ് ഡോഗായിട്ടോ ഒരു വാച്ച് ഡോഗായിട്ടോ അങ്ങനെ ഒരു ട്രെയിൻ ചെയ്തിട്ട് ഇതാക്കുന്ന അങ്ങനെ ഒരു സംഭവത്തിന് ഇത് നടക്കുന്ന കേസേ അല്ല ഈ പെറ്റ് ക്വാളിറ്റി ലാബ്. പക്ഷേ ഇവിടെ കേരളത്തിലുള്ള 80% പെറ്റ് ക്വാളിറ്റി ലാബാണ്. ഈ പെറ്റ് ക്വാളിറ്റി ലാബ്
വരുന്നത് വരെ ഒരു 10 വർഷം മുമ്പ് വരെ ഒരു ലാബ് വീട്ടിലുണ്ടെന്ന് തന്നെ കറുത്ത ലാബും കൂടെ ആണെങ്കിൽ ആൾക്കാർക്ക് ഒരു പേടിയായിരുന്നു. ഭയങ്കര കൊരയും ഭയങ്കര ഒരു ശൗര്യവും കൂടുതൽ തല്ലിപ്പൊളിച്ചുള്ള ഒരു കൊരയൊക്കെ ആയിരുന്നു. ഈ പെറ്റ് ക്വാളിറ്റി വന്നു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ലാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ എല്ലാവരും പറയുന്നത് വെച്ചാൽ തിന്നുക ഉറങ്ങുക എന്നുള്ള സ്വഭാവത്തിലുള്ള ഒരു ഡോഗ് എന്ന കണ്ടീഷനിലേക്ക് മാറി. പക്ഷേ എങ്കിൽ ഇപ്പം കുറച്ച് പേര് ഇപ്പോൾ പഴയ ആൾക്കാർ ചോദിച്ചു വരാൻ തുടങ്ങി അമേരിക്കനെ, യൂറോപ്പിനെ ടൈപ്പ് ലാബിനെ അന്വേഷിച്ചിട്ട്. പിന്നെയുള്ള റഷ്യൻ ലൈനേജ് വരുന്നുണ്ട്, പിന്നെ ഫിൻലാൻഡ്, പിന്നെ സെർബിയൻ ലാബ് നല്ല ലാബാണ്. അതേ യൂറോപ്യൻ ടൈപ്പ് ലാബാണ്. യൂറോപ്പിൻ്റെ ഒരു ഏകദേശം ഒരു ടച്ചിലാണ് സെർബിയ എന്നൊക്കെ വരുന്നത്. അപ്പോൾ സെർബിയ നല്ല നല്ല അടിപൊളി ഇമ്പോർട്ട് ലാബൊക്കെ, കിങ് ഓഫ് കിങ്, അതേപോലെ തന്നെ കുറേ ലാബുകൾ സെർബിയ എന്നൊക്കെ ഇവിടെ വന്നായിരുന്നു. പിന്നെ റഷ്യൻ ലൈൻ വരുന്നുണ്ട്. റഷ്യൻ ലൈന് പക്ഷെ കാണാൻ മറ്റേ അമേരിക്കൻ ലൈനേജിനെ പോലെ തന്നെ കുറച്ച് പതുക്കെ ലേറ്റ് മെച്യൂരിറ്റി ആയിരിക്കും. ഒരു 2.5-3 വയസ്സ് വരെ അത് വളരും. എന്നാലും ഒരു ആദ്യം ചെറുപ്പത്തിൽ 8 മാസമൊക്കെ കഴിയുമ്പോൾ തീരെ മുഖമെല്ലാം കൂർത്തിട്ട് ഒരു വൃത്തിയില്ലാത്ത ടൈപ്പിൽ വരുന്നതാണ് റഷ്യൻ ലൈനേജ് ഒതുങ്ങിപ്പോയത്. അമേരിക്കൻ ലൈനേജിനെക്കാട്ടും ഒരു അത്ര ക്യൂട്ട്നെസ് പോലും ഇല്ല റഷ്യൻ ലൈനേജ് വരുമ്പോൾ ചെറുപ്പത്തിൽ. അപ്പം മിക്സ് വരുമ്പോൾ വലിയ കുഴപ്പമില്ല. അങ്ങനെ റഷ്യൻ ലൈനേജിൽ കുറച്ച് നല്ല ഇതൊക്കെ വന്നിട്ടും വലിയ ക്ലിക്കാതെ പോയതിൻ്റെ കാരണം ക്യൂട്ട്നെസ് കുറവായ കാരണമാണ്. ഇത് വരുന്നത് അമേരിക്കന് യൂറോപ്പിന് മിക്സ് ആണ് വരുന്നത്. അതിൻ്റെ അകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഗ്രാൻഡ് ഫാദർ വരുന്നത് ഇന്ത്യൻ ചാമ്പ്യൻ ചാർക്കോൾ എന്ന് പറഞ്ഞ മെയിലാണ്. ഈ ചാർക്കോളിൻ്റെ അമ്മ വരുന്നത് കാർമൽ ടോം, അമേരിക്കൻ ചാമ്പ്യനാണ്. അപ്പോൾ അതാണ് നമ്മുടെ ബോബ് ജോണ്ടി ഓൺ റോഡ്സ് എന്ന് പറഞ്ഞ പഞ്ചാബ് മെയിൽ എന്ന് പറയുന്ന സാധനത്തിൻ്റെ ഫാദറാണ്. അപ്പോൾ അതിൻ്റെ ഒരു കണ്ടീഷനിൽ വരുന്ന കാരണമാണ് ഇതിന് ഈ ചെറിയ റിങ്കിൾസ് ഒക്കെ വന്നത്. ഇത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും അങ്ങ് മാറും കേട്ടോ. ഇതിപ്പോൾ ചെറുപ്പമായിരിക്കുമ്പോഴും നമ്മൾ നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ നോക്കുന്ന കാരണമാണ് ഈ കുഞ്ഞുങ്ങൾ നിൽക്കുന്നത്. ഇതിനകത്ത് ഈ രണ്ടിൽ ഏതെങ്കിലും ഒരു കുഞ്ഞിനെ സെയിലാക്കുന്നതാണ്, ഫീമെയിലാണ്. ഈ കുഞ്ഞിനെ ഇവിടെ ഹോൾഡ് ആക്കിയതാണ്. ഇത് ഫോക്സ് റെഡ് എന്ന് പറഞ്ഞ കളറാണ്. ഫോക്സ് റെഡ് അങ്ങനെ റെയർ ആയിട്ടേ വരുള്ളൂ. പിന്നെ ഇതിൻ്റെ കാലിന് ചെറിയൊരു വൈറ്റ് പാച്ച്, അത് ഫോക്സ് റെഡിൻ്റെ ഇടയ്ക്ക് വരുന്നുണ്ട്. അപ്പം അതൊരു ശരിക്കും പറഞ്ഞാൽ ചിലർ പറയുന്നത് മിസ്റ്റേക്കാന്ന് പറയുന്നുണ്ട്. പക്ഷേ എന്താ പറയുക, ചെസ്റ്റയിലും ഒക്കെ ആണെങ്കിൽ ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് നല്ല റിങ്കിൾസും നല്ല കൈയും കാലും വാലുമാണ് ആ കുഞ്ഞിൻ്റെ. അപ്പം നമ്മൾ ഇതിനെ കൊടുക്കുന്നില്ല, ഇവിടെ ഹോൾഡാക്കി വെക്കുന്ന പപ്പിയാണ്. അപ്പോൾ ഈ ഫോക്സ് റെഡ് പപ്പിക്ക് ചോദിച്ചു വരുന്നുണ്ട്. എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ടെമ്പർമെൻറ്റ് വരുന്ന കളറാണ് ഒന്ന് ചോക്ലേറ്റിൽ പിങ്ക് നോസും പൂച്ചക്കണ്ണും ഉള്ളതിൽ ഒരു 20% കടിക്കും ലാബിൽ. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോക്സ് റെഡ് ആണ് ഏറ്റവും കൂടുതൽ ടെമ്പർ വരുന്ന ഒരു കളർ ലാബിൽ. അമേരിക്കൻ ലൈനേജിൽ വരുന്നതാണ് ഈ ഫോക്സ് റെഡും ഈ ചോക്ലേറ്റും വരുന്നത്. അപ്പോൾ അത് കാരണം തന്നെയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട എന്നാണ് ഈ കുഞ്ഞിനെ. കുറേ പേര് ചോദിച്ചായിരുന്നു കൊടുക്കുന്നത്. ഞാൻ പറഞ്ഞു ഇപ്പോഴില്ല, കുറച്ച് കഴിയട്ടെ. ഇപ്പം കൈയും കാലും വാലും നല്ല സൂപ്പറാണ്. ആ പാടൊരു ഫാൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫ്രണ്ട് കൈയുടെ നഖത്തിൻ്റെ അവിടെ ചെറിയൊരു വൈറ്റ് പാച്ച്, അതാണ് പ്രശ്നം. പക്ഷേ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഗ്രാൻഡ് ഫാദർ അങ്ങനെ ഒരു കണ്ടീഷനിൽ വന്നതാണ്. ഈ സോറോയുടെ നമ്മുടെ ഇന്ത്യൻ ചാമ്പ്യൻ ചാർക്കോളിൻ്റെയും കാലിൻ്റെ അടിവശത്ത് തന്നെ മുകളിലില്ലായിരുന്നു, ഈ അടിവശത്ത് ചെറിയ വൈറ്റ് രോമം ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ അതിൻ്റെ അമ്മ ചോക്ലേറ്റാണ്, സോറോയുടെ അമ്മ ചോക്ലേറ്റ്. അതിൻ്റെ ലൈൻസിലും വരുന്നുണ്ടായിരുന്നു കാലിൻ്റെ അടിയിൽ വൈറ്റ് പാച്ച്. അതിൻ്റെ ഒരു ഷേപ്പ് ഇതെല്ലാം കണ്ട് ചാർക്കോളിൻ്റെ തനി കുഞ്ഞിൻ്റെ ഒരു ഷേപ്പിലാണ് ആ കുഞ്ഞിരിക്കുന്നത്. അതാണ് ഞാനിവിടെ ഹോൾഡ് ആക്കിയത്. ഫീമെയിൽ ഇത് 3 ഫീമെയിലാണ്. 3 മെയിലിൻ്റെ ഒരു ഹെഡും ബോഡിയൊക്കെയാണ്, പക്ഷേങ്കിലും 3 ഫീമെയിലാണ്. അപ്പം ഇതിനെ അതിൻ്റെ കൂടെ ആയിട്ട് ഇതിലെ ഏതെങ്കിലും ഒന്നിനെ ഇവിടെ വെക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെ ഇപ്പോൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ട്. മെയിനായിട്ടെന്ന് പറഞ്ഞാൽ ഞാനൊരു ഇന്ത്യൻ ചാമ്പ്യനെയും കൂടെ എടുക്കുന്നുണ്ട്. അപ്പം നല്ല ലൈൻസിലുള്ള ഇപ്പോൾ ഓസ്കാറിൻ്റെ കുട്ടിക്കകത്ത് ചാർക്കോളിൻ്റെ കുട്ടി ക്രോസ് ചെയ്തിറങ്ങിയാണ്. അങ്ങനെ കുറച്ച് നല്ല ഫീമെയിൽ കളക്ഷൻ ആക്കുവാണെങ്കിൽ നമ്മൾ പുതിയൊരു മെയിലിനെയും കൂടെ എടുക്കുമ്പോൾ അപ്പോൾ അതിൻ്റെ പ്രൊജന്റിയും കൂടെ വരുമ്പോഴത്തേക്ക് നമുക്ക് നല്ല അടിപൊളി പപ്പീസിനെ കൊടുക്കാന്നുള്ള കണ്ടീഷനിലാണ് ഇപ്പോൾ ഈ കുഞ്ഞിനോട് ഹോൾഡ് ആക്കുന്നത്. കഴിഞ്ഞ ജോബിയുടെ വീട്ടിൽ വന്നപ്പോൾ അവിടെ കുറച്ച് പപ്പീസ് ഉണ്ടായിരുന്നു, അറൌണ്ട് 20 പപ്പീസ് ഉണ്ടായിരുന്നു. അപ്പം ഇതിനെങ്ങനെ സെയിൽ ചെയ്യുന്നത്, ഇതിന്റെ സെല്ലിംഗ് ഒക്കെ എങ്ങനെയാണ്? പപ്പീസിനെ വിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാ പറയുക, എളുപ്പപ്പണിയാണ്. എന്ന് വെച്ചാൽ മെയിനായിട്ട് ഞാൻ ഇപ്പം ഒരാൾ തിരുവനന്തപുരത്ത് നിന്ന് വിളിച്ചു. ഇപ്പോൾ ഒരു തിരുവനന്തപുരത്ത് നിന്ന് ഇപ്പം നെയ്യാറ്റിൻകരയിൽ നിന്ന് വിളിച്ചു. നെയ്യാറ്റിൻകര ഞാൻ കൊടുത്ത ഒരു 5-6 പപ്പീസ് അവിടെ കാണും ആ ചുറ്റുവട്ടത്ത്. ഞാനപ്പോൾ കസ്റ്റമറുടെ 5 പേരെ നമ്പർ അങ്ങ് കൊടുക്കും. അപ്പം നിങ്ങൾ അവിടെ പോയിട്ട് കാണുക. ഇതിൻ്റെ മുമ്പിലത്തെ ലിറ്റർ ആയിരിക്കും, അല്ലെങ്കിൽ ഈ ഫാദറിൻ്റെ ആയിരിക്കും, അല്ലെങ്കിൽ ഈ ഗ്രാൻഡ് ഫാദറിൻ്റെ പപ്പീസാണ്, ഞാൻ അതിൻ്റെ മുമ്പ് കൊടുത്ത പപ്പീസാണ്. അപ്പോൾ ഇങ്ങനെ കണക്ട് ചെയ്യും. ഇപ്പം തിരുവനന്തപുരത്ത് തന്നെയാണ്. ഇപ്പം ഞാൻ ശ്രീകാര്യത്താണെങ്കിൽ ശ്രീകാര്യത്തുള്ള ഒരു 3-4 മുമ്പ് കൊടുത്ത കസ്റ്റമറുടെ നമ്പർ ഞാൻ ആ കസ്റ്റമർക്ക് കൊടുക്കും. അവർ വീണ്ടും ചുറ്റുവട്ടം അറൗണ്ട് ഒരു 1 കിലോമീറ്റർ 2 കിലോമീറ്റർ 3 കിലോമീറ്റർ ആയിരിക്കും. അവരവിടെ പോയി കാണുമ്പോൾ തന്നെ അവരും
ഈ കസ്റ്റമർ നമ്മളൊരു കോണ്ടാക്ട്, പിന്നെ അവർ നമ്മളെ പറ്റി പറയുന്ന അഭിപ്രായം, പിന്നെ നമ്മുടെ പപ്പീനെ കാണുമ്പോൾ ഉള്ള ഒരു സ്റ്റൈല്, ഇതെല്ലാം കണ്ടു കഴിയുമ്പോൾ പിന്നെ അവർ ഒരു മടിയും കൂടാതെ നമ്മുടെ അക്കൗണ്ടിലേക്ക് പൈസ ഇട്ട് തരും. ഇവിടുന്ന് നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ്റെ വണ്ടിയുണ്ട്. ഇപ്പം തിങ്കൾ, ബുധന്, വെള്ളി അല്ലെങ്കിൽ ശനിയാഴ്ച, ഈ 3 ആഴ്ചക്ക് 3 ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട്. അങ്ങനെ ഈ തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെ ആയിട്ട് ആൾക്കാർ, ഇപ്പം കോഴിക്കോടാണെങ്കിലോ ഇപ്പം മലപ്പുറത്താണെങ്കിലോ ഞാൻ കൊടുത്ത പപ്പീസോട് ഇഷ്ടം പോലെ ഏകദേശം ഒരു 1000 പപ്പീസിനടുത്ത് ഈ 10 വർഷത്തിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കോൺടാക്ട് നമ്പർ ഏകദേശം 80% എൻ്റെ മൊബൈലിൽ തന്നെയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഈ കസ്റ്റമറെ ഞാനപ്പോൾ സ്ഥലം എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ അടുത്ത സ്ഥലം പറയും. അപ്പോൾ അടുത്ത സ്ഥലം പറയുമ്പോൾ ഇപ്പോൾ കോട്ടയമാണെങ്കിൽ കോട്ടയത്ത് എവിടെയാണെന്ന് ചോദിക്കും. ഇപ്പോൾ ചങ്ങനാശ്ശേരിയാണെങ്കിൽ ചങ്ങനാശ്ശേരിക്ക് അടുത്തുള്ള സ്ഥലം, അങ്ങനെ പത്തനംതിട്ടയാണെങ്കിൽ പത്തനംതിട്ട എവിടെയാണെന്ന് ചോദിക്കും. അതിൻ്റെ അടുത്തുള്ള സ്ഥലത്തുള്ള കസ്റ്റമേഴ്സിനെ ഒന്ന് കണക്ട് ചെയ്യും. അവർക്ക് പോയിട്ട് ഏകദേശം നേരിട്ട് കാണാനുള്ള ഒരു അവസരവും, പിന്നെ അവർക്ക് നമ്മൾ എങ്ങനെയാണെന്ന് കുഞ്ഞുങ്ങളെ അയച്ചു കൊടുത്ത ഡീറ്റെയിൽസും എല്ലാം ഒരു വിശ്വാസമാവുമല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് അവർക്ക് ഒരു 15,000 20,000 നമുക്ക് ആദ്യം ഗൂഗിൾ പേയിലോ അക്കൗണ്ടിലോ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഒരു പ്രശ്നമില്ല. അവർക്ക് കയറ്റി അങ്ങ് വിടലാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതൊരു നമ്മുടെ സ്വന്തം നാട്ടിൽ നിന്ന് ഒരാൾ എടുത്തിട്ട് ക്ലിക്കായി അങ്ങനെ ഒരു വരുമ്പോൾ ഭയങ്കര ഒരു പരസ്യമാണ്. അങ്ങനെ ഒരു ഇതിലാണ് എനിക്ക് കൂടുതലായിട്ടും പപ്പീസ് പോകുന്നത്. അവൈലബിൾ ആയിട്ട് ഈ പപ്പീസ് മാത്രമേ ഉള്ളതോ വേറെ പപ്പീസ് ഉണ്ടോ? പപ്പീസ് വേറെയുണ്ട്. പപ്പീസ് എന്ന് പറഞ്ഞാൽ കേസ് രജിസ്ട്രേഷനുള്ള 2 ബ്ലാക്ക് മെയിൽ ഫീമെയിൽ ഓരോന്ന് വെച്ചുണ്ട്. പിന്നെ വൈറ്റിലും ഉണ്ട് മെയിൽ ഫീമെയിൽ ഓരോന്ന് വെച്ചുണ്ട്. അത് നമ്മുടെ സെയിം ലൈനേജ് തന്നെയാണ്. നമ്മുടെ ഇന്ത്യൻ ചാമ്പ്യൻ ഓസ്കാറിന്റെ കുട്ടിക്കകത്ത് ചാർക്കോളിന്റെ കുട്ടി. പിന്നെ അതേപോലെ തന്നെ വേറൊരു ലിറ്റർ, അത് കേസ് രജിസ്ട്രേഷൻ എടുക്കുന്നുണ്ടെന്ന് വൈറ്റ് ആണ്. അപ്പം അതിനകത്ത് ഫുൾ കുഞ്ഞും വൈറ്റ് കുഞ്ഞാണ്. അപ്പൊ അത് നമ്മുടെ ഓസ്കാറിന്റെ കുട്ടിക്കകത്ത് ചോട്ടു ക്രോസ് ചെയ്തിറങ്ങിയ ഫീമെയില്. അപ്പം വരുന്നത് നമ്മുടെ അപ്പം പഞ്ചാബിലായിരുന്നു ചോട്ടു എന്ന് പറഞ്ഞ മെയില്. അപ്പൊ അതിൽ തന്നെ നമ്മുടെ സുൽത്താൻ എന്ന് പറഞ്ഞൊരു പഞ്ചാബ് മെയിലുണ്ട് കാസർഗോഡ് വെക്കുന്നത്. സുൽത്താൻ സോറോടെ കുട്ടിക്കകത്ത് സുൽത്താൻ ക്രോസ് ചെയ്തിറങ്ങിയ ഒരു മെയിൽ പപ്പി. അതിന് നമ്മള് സോറോ ലൈൻസിൽ സുൽത്താൻ ക്രോസ് ചെയ്താണ് അതിന്റെ അമ്മ. ഇതിന് നമ്മുടെ ചാർക്കോൾ ക്രോസ് ചെയ്തിറങ്ങിയ ഒരു മെയിൽ പപ്പി ഉണ്ട് എൻ്റെ കയ്യിൽ, സീസർ എന്ന് പറഞ്ഞിട്ട്. ഇപ്പൊ 2 വയസ്സായി. അപ്പൊ സീസറിന്റെ ലിറ്റർ അതും അതും കൂടെ ഇറങ്ങുന്നുണ്ട്. അപ്പൊ ഡബിൾ സൈഡ് വരുമ്പോൾ പഞ്ചാബും കൂടെ വരുമ്പോൾ നല്ല ഹെഡ് സൈസും ബോഡി ഹെവി ആയിട്ട് വരും. അപ്പൊ കസ്റ്റമറോട് പരസ്യം ഇട്ടിട്ടില്ല. അടുത്തതിനെ ഫോട്ടോ ഒന്ന് ഇട്ട് കഴിയുമ്പോൾ നല്ല എൻക്വയറി ഉണ്ടെങ്കിൽ മാത്രം പേപ്പറാക്കും, അല്ലെങ്കിൽ വിത്തൗട്ടിൽ കൊടുക്കാൻ പറ്റില്ലാണ്. അതിനകത്ത് വരുമ്പോഴത്തേക്ക് നമ്മുടെ ഓസ്കാർ, ചാർക്കോള്, അതുപോലെ ബോബ് ലൈന്, മാസ്റ്റർ ലൈന്, ഈ 4 ലൈൻസും വന്ന് കയറി. അപ്പം അങ്ങനെ മിക്സ് ആയിട്ടുള്ളൊരു പപ്പിയാണ്. അപ്പോൾ ഹെവി ആയിട്ട് കാണാൻ വേണ്ടി നല്ല ക്യൂട്ടായിട്ട് പപ്പീസിനെ വേണ്ടവർക്ക് അതിനെ സെലക്ട് ചെയ്യാം. അതുകൊണ്ട് പിന്നെ സ്റ്റഡ് കുറേ വീട്ടിലിറങ്ങി കിടക്കുന്നുണ്ട്. ഇപ്പം പയ്യാവൂര്, ചെമ്പേരി, പിന്നെ വയനാട്ടിലുണ്ട്, പിന്നെ ഈ ഏരിയയിലൊക്കെ തലശ്ശേരി ഉണ്ട്. അങ്ങനെ വടകര, തലശ്ശേരി, ഇങ്ങനെ കുറേ സ്ഥലത്ത് സ്റ്റഡ് ഇറങ്ങി കിടക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ വീട്ടിൽ നിന്ന് ഓരോ പപ്പി വെച്ച് കിട്ടും. അപ്പം അറൗണ്ട് ഒരു 10,000 തൊട്ടിട്ടുള്ള മേലേക്കുള്ള പപ്പീസ് വേണ്ടവര് ആദ്യ സ്റ്റഡും ഉണ്ട് കേട്ടോ ഇനി എടുക്കാൻ. അപ്പൊ അത്രയും പപ്പീസ് ഇനി കിടക്കുന്നുണ്ട് കൊടുക്കാൻ. ഇനി ഇതിപ്പം എത്ര മാസം പ്രായമായ പപ്പീസാണ്? ഇതിന്റെ ഫുഡൊക്കെ എങ്ങനെയാണ്? ഇതിന് ഇപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 5-ാം തീയതി ഇറങ്ങിയതാണ്, നവംബർ, ഈ പപ്പി. അപ്പൊ ഇപ്പം ഏകദേശം 50 ദിവസമായി പപ്പിക്ക്. അപ്പൊ ഇതിന് ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം റോയൽ കാൻ്റെ സ്റ്റാർട്ടർ, പാല്, പിന്നെ നമ്മുടെ വീട്ടിലുള്ള ഇതിന് അഡൽറ്റിന് കൊടുക്കുന്ന ചോറ്, അങ്ങനെയുള്ള ഭക്ഷണങ്ങളും എല്ലാം കൂടെ മിക്സ് ആക്കിയിട്ടാണ് ഇപ്പം കൊടുക്കുന്നത്. അപ്പം എല്ലാ ഭക്ഷണവും കൊടുത്ത് ശീലിപ്പിച്ചു തുടങ്ങി. പിന്നെ അങ്ങനെ 4 നേരം, പിന്നെ മദറിന്റെ ഫീഡിങ്ങും ഇപ്പം ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണ് ഇപ്പൊ ഈ കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കുന്നത്. പിന്നെ ഞാൻ ഓവറായിട്ട് അങ്ങനെ തടി കയറ്റാൻ വേണ്ടി നിന്നിട്ടില്ല. എന്ന് വെച്ചാൽ കസ്റ്റമർ ഇപ്പൊ റോയൽ കാൻ തന്നെ കൊടുത്തു കഴിഞ്ഞാല് കസ്റ്റമർ എടുക്കുമ്പോൾ അവൾ റോയൽ കാൻ തന്നെ കൊടുക്കണമെന്നില്ല. ഇപ്പൊ ആദ്യം ഒരു 1000 രൂപ കിലോയ്ക്ക് വരുന്നതാണ്. ആദ്യത്തെ ഒരു പാക്കറ്റോ അല്ലെങ്കിൽ 2 പാക്കറ്റോ വാങ്ങിച്ചിട്ട് പിന്നെ പെട്ടെന്ന് സാറിന് ഭക്ഷണത്തിലേക്ക് മാറ്റുമ്പോൾ കുഞ്ഞ് പെട്ടെന്ന് തന്നെ കാറ്റ് കുത്തിയിട്ടുള്ള ചുങ്ങിപ്പോകും. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി ഇപ്പൊ ഞാൻ എല്ലാ ഫുഡും കൂടെ മിക്സ് ആക്കിയാണ് കൊടുക്കുന്നത്. അപ്പൊ കസ്റ്റമർ ഇപ്പം റോയൽ കാൻ അല്ലാതെ ഇപ്പം റൂൾസിന്റെയോ ഫോക്കസിന്റെ പെഡിഗിരിയോ അങ്ങനെ എന്തെങ്കിലും നമ്മൾ ഭക്ഷണം കൊടുത്തു കഴിയുമ്പോൾ പെട്ടെന്ന് അങ്ങ് ചുങ്ങിപ്പോകില്ല. അപ്പൊ ഒരേപോലെ അങ്ങ് കയറി വരും. ഇപ്പം ഇതിനകത്ത് റോയൽ കാൻ തന്നെ കൊടുക്കണമെന്ന് ഞാൻ ഒരു കസ്റ്റമറോടും പറയാറില്ല. എന്താ കാരണം എന്ന് വെച്ചാൽ ചിലർ പറയും റോയൽ കാൻ മാത്രമേ കൊടുക്കാവുള്ളൂ ഒരു വർഷത്തേക്ക് എന്ന് പറയും. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ അച്ഛനും അമ്മയും നല്ലതാണെങ്കിൽ കുഞ്ഞ് ഓട്ടോമാറ്റിക്കായിട്ട് കയറി വരും. നമ്മളിപ്പോൾ ചോറ് കൊടുത്താലും ഈ സാധനം കയറി വരും. ഇത് സാധാരണ ലോക്കൽ ഫീമെയിൽ ലോക്കൽ കുഞ്ഞാകുമ്പോഴത്തേക്ക് മോൻ കൂർത്ത് ഒരു അസ്ഥി പോലെ അങ്ങനെ ആയി വരും. അപ്പം
അങ്ങനെ ആകാതെ നല്ല തടിച്ചിരിക്കുമ്പോൾ ഒരു വലിയ വൃത്തികേട് തോന്നില്ല. അത് കാരണമാണ് ഒരു റോൽക്ക മാത്രമേ കൊടുക്കാറുള്ളൂ 5-6 മാസത്തേക്ക്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു കസ്റ്റമർ എന്നെ വിളിച്ചു, കുഞ്ഞ് 7 മാസമായി, പക്ഷെ എല്ലും തോലും തന്നെയായി പോയി. അവർ പറഞ്ഞു നിങ്ങൾ റോൽക്കാൻ കൊടുക്കാത്ത കാരണമാണ്. ഒരു റോൽക്കാൻ കൊടുക്കാത്തതിന്റെ അല്ല, നമ്മൾ വിലക്കുള്ള മരുന്ന് കൃത്യമായിട്ട് കൊടുക്കുകയും 3 നേരമെങ്കിലും ഫുഡ്, വീട്ടിലുള്ള ചോറും വീട്ടിലുള്ള സാധനങ്ങളും മാത്രം വയറ് നിറച്ച് കൊടുത്താൽ തന്നെ പന്നിക്കുട്ടി പോലെ വരുന്നൊരു സാധനമാണ് ലാഭം. അപ്പൊ ഇത് നമ്മൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ അച്ഛനും അമ്മയും നോക്കി എടുക്കാത്തതിന്റെ ഒറ്റ മിസ്റ്റേക്ക് കൊണ്ട് വരുന്നതാണ് ഈ മോൻ കൂർത്തും ഇങ്ങനെ വാലൊക്കെ റാ പോലെ വരുന്നു എല്ലാം വരുന്നത്. കഴിക്കാൻ പാടില്ലാത്ത ഫുഡ് ഏതൊക്കെയാണ്? ഇപ്പൊ കൊടുക്കാൻ പാടില്ലാത്തെന്ന് പറഞ്ഞാൽ ഇതിന് ചോക്ലേറ്റ്, മധുരം, ബിസ്ക്കറ്റ്, ബേക്കറി അങ്ങനെയുള്ള ഫുഡുകളൊന്നും കൊടുക്കാൻ പാടില്ല. മധുരം പട്ടിക്ക് ചെറിയൊരു ഇൻഫെക്ഷനും വിഷമാണ്, പോയിസൺ, സ്ലോ പോയിസൺ ആണ്. അത് ഇതിന്റെ കിഡ്നി, കരൾ അങ്ങനെയുള്ള സാധനത്തെ എല്ലാം ബാധിക്കും. അതൊക്കെ ചോക്ലേറ്റും. ഇപ്പൊ കേക്ക് തന്നെ, ഇപ്പൊ ഞാൻ കൊടുത്തൊരു പപ്പിയുണ്ട് കോഴിക്കോട്. അപ്പൊ അവര് 1ാമത്തെ ബർത്ത്ഡേ ആഘോഷിച്ചത് മറ്റേ വൈറ്റ് ഫോറസ്റ്റ് ആണ്. വൈറ്റ് ഫോറസ്റ്റിന്റെ ഒരു കഷ്ണം കൊടുത്തു, 5 മണിക്കൂറിൽ തന്നെ പട്ടി തളർന്ന് വീണ് ഛർദിച്ച് ആശുപത്രി കൊണ്ടുപോയപ്പോഴത്തേക്ക് കിഡ്നി ഫെയിലിയർ ആയിട്ട് മരിച്ചുപോയി. അപ്പൊ അങ്ങനെ കുറെ സംഭവം ഉണ്ടായിട്ടുണ്ട്. ഒന്നല്ല, കുറെ പേർക്ക് ഇങ്ങനെ കേക്ക് കൊടുത്തിട്ട് ഇങ്ങനെ അങ്ങനെ 1 മണിക്കൂർ 2 മണിക്കൂറിൽ തന്നെ പട്ടി വീണുപോയ കേസുണ്ട്. അപ്പൊ നമ്മള് കേക്ക്, ബേക്കറി സാധനങ്ങൾ, മധുരം അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഡോഗിന് കൊടുക്കില്ല. പിന്നെ നമ്മൾ ഡെറ്റോൾ, ഫിനോയിൽ, ലോഷൻ അങ്ങനെയുള്ള സാധനം തൊട്ട് കഴിഞ്ഞാൽ സ്കിൻ ഇൻഫെക്ഷൻ ആയി കഴിഞ്ഞാല് നമുക്ക് സ്കിന്നിന്റെ കണ്ണിന് മാറിക്കൊരു ലേശം പണിയാണ്, പൊള്ളി പോകുന്ന പോലെയാണ് ഈ ഡെറ്റോൾ, ഫിനോയിൽ, ലോഷൻ പട്ടിയുടെ മേത്ത് പറ്റിക്കഴിഞ്ഞാല് മാത്രം സ്കിൻ പോകും. അത് നമ്മൾ മെയിനായിട്ട് കൊടുക്കാൻ പാടില്ല. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ പരമാവധി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സഹായിക്കണം. പിന്നെ പപ്പീസിനെ വേണ്ടവർക്ക് വിളിക്കാം, വിത്തും വിത്തൗട്ടും. പിന്നെ 2 ടൈപ്പ് കുഞ്ഞുങ്ങളുണ്ട്, സ്റ്റഡ് പപ്പീസുകളുണ്ട്. അപ്പം പിന്നെ അഡൽറ്റ് ഡോഗ്സിനെ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി. മെയിലാണെങ്കിൽ സ്റ്റഡ് ഡോഗ് ആണെങ്കിലും വാച്ച് ഡോഗ് ആയിട്ടാണെങ്കിലും ഇഷ്ടം പോലെ എന്നോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എങ്ങനെയും സെയിലാക്കി തരാൻ പറ്റുമെന്ന്. അപ്പം അങ്ങനെ വേണ്ടവരും എന്നെ കോൺടാക്ട് ചെയ്യണം. അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.